ഹിസ്ബുള്ള ആക്രമണത്തിന് പിന്നാലെ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളക്കെതിരായ സൈനിക നടപടി ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ള നേതാക്കളുടെ വാസസ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 31 പേർ കൊല്ലപ്പെട്ടു, 149 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ പലായനം ചെയ്യുകയാണ് ബെയ്റൂത്തിലെ ജനങ്ങൾ. ബാഗ്ദാദിലെ കതൈബ് മേഖലയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം നടത്തിയിരിക്കുന്നു. വിനിത വേണു വിവരങ്ങളുമായി ചേരുകയാണ്. വിനിത, ടെഹ്റാൻ കേന്ദ്രീകരിച്ച് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകാൻ ഉതകുന്ന എല്ലാ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക സഖ്യം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ വലിയ ആൾനാശം കൂടി ഉണ്ടായിരിക്കുന്നു. മധു, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലെബനനിലെ ഷിയ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതോടെ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. ഇതിന് മറുപടിയായി ഇസ്രായേൽ സൈന്യം ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ശക്തമായ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ലെബനൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളെ തള്ളുന്നുണ്ടെങ്കിൽ പോലും രൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു എന്നുള്ളത് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ശക്തമായി എതിർക്കുന്ന സംഘമാണ്. സ്വന്തം നിലയ്ക്കാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതെന്ന് ഹിസ്ബുള്ള പറയുകയാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലാണ് വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തുന്നത്. മിസൈലുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ച മിസൈലുകൾ പകുതിയും ഇസ്രായേൽ പ്രതിരോധിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പറയുകയാണ്. ഹിസ്ബുള്ള നേതാക്കളുടെ കമാൻഡർമാരുടെ വാസസ്ഥലങ്ങൾ, ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 31 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ജോർദാനിലും ആക്രമണം രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. ജോർദാനിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മിസൈലുകൾ പതിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നു. ജോർദാനിൽ നമുക്കറിയാം അമേരിക്കയുടെ പ്രധാന സൈനിക താവളങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ജോർദാനിലാണ്. അവിടെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാവുകയാണ്.